ഹലോ ഹലോ അതെ ആ എത്തിയാ എത്തി. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ തോന്നും. ഞാനേ ആ. ഇനി പഠിക്കാനൊന്നുമില്ല. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോ നിനക്ക് വീട്ടിൽ പറയാൻ ധൈര്യമില്ല. എന്നിട്ട് ഞാൻ എംടെക്കും പഠിച്ചു. നീ എംടെക് പഠിച്ചാ? ഉം. വാ, ഈ വർഷം പോകുന്നത് അറിയുന്നേ ഇല്ല. എന്നിട്ട് നിനക്ക് ധൈര്യം വന്നില്ല. ഇപ്പൊ ദേ MBA കഴിയാറായി. ഇനി നിനക്ക് ധൈര്യം വന്നില്ലെങ്കിലേ ഞാൻ പോയി വേറെ ആമ്പിളരെ കെട്ടും. ശ്ശെ, നോക്കിക്കോ. അങ്ങനെ പറയല്ലേ. എടാ എന്റെ കൂടെ പഠിച്ച ആ ഉമ്മുക്കുലിസും ഇല്ലേ, അവളുടെ കല്യാണം നാളെ. ആണോ? അയ്യോ. നിന്നെ കാണാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വന്ന് ഈ ആവശ്യമില്ലാത്ത കോഴ്സൊക്കെ പഠിക്കുന്നേ. എടോ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. എടാ പോഴ, ആ. കുട്ടികളെ പ്രസവിക്കാനൊക്കെ ബെസ്റ്റ് ഏജ് ഇതാടാ. എന്റെ പ്രായത്തിലുള്ള പെമ്പിള്ളേർക്ക് കെട്ടി 2 കുട്ടികളുമായി. ആണോ? ചിലരൊക്കെ ഡിവോഴ്സും ആയി. ശ്ശോ. ഇവിടെ ഞാൻ മാത്രം ഒരു കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. എടാ എന്റെ കോളേജിലെ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, എന്റെ എത്ര പോലും പഠിപ്പില്ല അറിയോ? ഓ, നീ വലിയ സംഭവം കേട്ടോ. ഒന്നിങ്ങ് വന്നേ, അടുത്ത് വന്നേ. ഈ കണ്ണൂർ ഋഷിന്റെ മോൻ തന്നെയാണോ നീ? ഡേ, ഞാൻ കാര്യമായിട്ട് പറയാം. ഞാൻ എപ്പ വേണേലും ഇറങ്ങി വരാം. നീ വന്ന് ഉപ്പയോട് ഉമ്മയോട് സംസാരിച്ചാ മതി. അവരാദ്യം കുറച്ച് വിഷമിക്കും, പക്ഷെ പിന്നെ അവര് സമ്മതിച്ചു തരും. നമ്മുടെ വിവാഹം നടത്തി തരും ചെയ്യും. ദേ നമ്മുടെ ബസ് വരുന്നു. അല്ല, ഈ KSRTC നമ്മൾ ഇത്ര യാത്ര ചെയ്തിട്ട് എന്താ നഷ്ടമെന്ന് മനസ്സിലാവുന്നില്ല. ഇത് KSRTC അല്ല. അല്ല പോലെ പെടങ്ങല്ലേ.